രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഭുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. പ്രിയരെ, രാമായണം മാഹാത്മ്യം എന്താണ് എന്ന് സ്കന്ദപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ ഏതാനും അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ്. അതായത് 5 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചു. ഒരധ്യായം വിധിയാണ്, എങ്ങനെ നടത്തണം. ബാക്കി 4 അധ്യായം കഥ കൊണ്ട് എങ്ങനെയാണ് മാഹാത്മ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പുരാണങ്ങളെയും പോലെ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ ശൗനകൻ ആദി മഹർഷിമാർ ചോദിക്കുന്നതിന് സൂതൻ ഉത്തരം പറയുന്നതായിട്ടാണ് മാഹാത്മ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശൗനകാദികൾ ചോദിച്ചു. എല്ലാ പുരാണങ്ങളെ ചോദിക്കണ പോലെ തന്നെയാണ് ചോദിച്ചത്. മാഹാത്മ്യം കലിദോഷങ്ങൾ ബാധിച്ചതായ ഈ ലോകത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഹേ സൂതപൗരാണിക എന്താണ്? ഒട്ടേറെ ദോഷങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്നുണ്ട്. ഒന്നിലും വിശ്വാസം ഇല്ലാണ്ടിരിക്കുക, ദൈവവിശ്വാസം ഇല്ലാതെ പാഖണ്ഡമതം അനുവർത്തിക്കുക, ആയുസ് കുറയുക, അല്പായുസ്, അതുപോലെ തന്നെ ശരീരവും ചെറുതാവുക. ഇതൊക്കെ കലിയുഗത്തിലെ പ്രത്യേകതകളാണ്. സ്ത്രീകൾക്കൊന്നും അടക്കമോ ഒതുക്കമോ ഭർത്താവിനോട് സ്നേഹമോ ബഹുമാനങ്ങളോ ഇല്ല. വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാനും പരദൂഷണം പറയാനും ആണ് പലർക്കും താല്പര്യം. ഇങ്ങനെ പാപകർമ്മികളും ബാഹ്യ ആഭ്യന്തര ശുദ്ധികളും ഇല്ലാത്തതായ ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം അങ്ങേക്ക് പറഞ്ഞു തരാമോ എന്നാണ് ശൗനകാദികൾ ചോദിക്കുന്നത്. വേദത്തിൽ വിശ്വാസമില്ലാണ്ടിരിക്കുക, ധർമ്മമാർഗത്തിൽ വിശ്വാസമില്ലാണ്ടിരിക്കുക, ഒരുപാട് ദോഷങ്ങളാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാമല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? സൂതൻ പറഞ്ഞു, ഞാൻ പണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംവാദം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല എന്നർത്ഥം. അതാരാണ്? സനൽ കുമാരാദികൾക്ക് നാരദൻ പറഞ്ഞു കൊടുത്തതായ ഒരു കാര്യം. അത് വേറൊന്നുമല്ല, രാമായണമാണ് ഈ കലിയുഗത്തിൽ നമുക്കതിനൊക്കെ ഉള്ള പരിഹാരം. ദുഷ്ടഗ്രഹ നിവാരണം എന്ന് പറയും. ദുഷ്ഗ്രഹങ്ങൾ തകരാറാവുമ്പോൾ അത്രയും പ്രകൃതിക്ഷോഭവും മനുഷ്യൻ്റെ മാനസിക നില അടക്കം മാറ്റാൻ ഗ്രഹങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതൊക്കെ ദോഷങ്ങളില്ലാണ്ടാക്കിയിട്ട് മുക്തിയും കിട്ടാൻ രാമായണത്തിന് കഴിയും. മുക്തി ഈ പ്രപഞ്ചത്തിലത്തെ സുഖം, മുക്തി സർവ ജനന മരണങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ്. അപ്പോൾ ഇഹപര സുഖവും പുരുഷാർത്ഥങ്ങളെല്ലാം ലഭിക്കുന്നതിനും നമുക്ക് രാമായണം ഒരു പരിഹാരമാണ് എന്ന് സൂതൻ പറയണം. എല്ലാ ശാസ്ത്രവും വേദങ്ങളും പഠിച്ചിട്ട് ഒരാൾ എവിടെ എത്തുമോ അതേ നിലയിൽ തന്നെ എത്താൻ രാമായണം കൊണ്ട് കഴിയും. ഇതിൽ നമുക്ക് ശ്രദ്ധയുണ്ടായാൽ പിന്നെ ഒരു ഗുണമുള്ളത്, അസദ്ഗാഥയിൽ താല്പര്യം ഉണ്ടാവില്ല. സീരിയലാവട്ടെ, നാടകീയമാവട്ടെ, ഗ്രാമ്യഗീതങ്ങളാവട്ടെ, സിനിമയാവട്ടെ, അത്തരമുള്ള ഗ്രാമ്യമൊക്കെ പൊതുവേ ഗ്രാമ്യധർമ്മങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ആ ഗ്രാമ്യധർമ്മങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധയുണ്ടാവില്ല. നാരദൻ പറഞ്ഞു കൊടുത്തു, രാമായണം നാമ പരന്തു കാവ്യം സുപുണ്യതം വൈ ശുണുത ദ്വിജേന്ദ്ര യത്മിൻശ്രുതേ ജന്മജരാതി നാശേ ഭവത്യദോഷ സ നരോ അച്യുതസ്യാൽ. എല്ലാ മനുഷ്യന്മാരും പാപങ്ങൾ തീർന്ന് അവരെല്ലാം ശുദ്ധരായിട്ട് തീരും. വരം വരേണ്യം വരദന്തു കാവ്യം. എല്ലാ വരദാനത്തിനും കഴിവുണ്ട് ശ്രീരാമായണത്തിന്. ഇപ്പം എന്തായാലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ഭേദങ്ങളൊക്കെ നടത്തുന്നത് ഏതൊരു ശക്തിയാണോ ആ ഭഗവാൻ തന്നെയാണ്
ഭഗവാന്റെ കഥയാണ് ഈ രാമായണത്തിൽ കൂടെ പറയുന്നത്. തം ആദിദേവം പരമം വരേണ്യം. ആ ആദിദേവനാണ് സാക്ഷാൽ വിഷ്ണു. ആ വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ. ആ രാമൻ്റെ കഥയാണ് രാമായണം. ഇത് മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ തുടങ്ങിയിട്ട് 9 ദിവസം കേൾക്കുന്നതാണ് ഏറ്റവും നവാഹമായിട്ട് കേൾക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുകയാണ്. അങ്ങനെ കേട്ടാൽ 21 തലമുറ മേപ്പെട്ടും 21 തലമുറ കീഴ്പ്പെട്ടും ശുദ്ധാവും. ഏത് പുണ്യകർമ്മങ്ങളും നമ്മൾ പിണ്ടാദികൾ ചെയ്താലും 3 തലമുറ മേപ്പെട്ടും 3 തലമുറ വരാൻ പോണ തലമുറയും 3 കഴിഞ്ഞു പോയ തലമുറ 3 ശുദ്ധമാവുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് 21 വരാൻ പോണ തലമുറ 21 കഴിഞ്ഞ തലമുറ ശുദ്ധമാവും എന്നാണ് പറയുന്നത്. സർവ്വദോഷങ്ങളും പിതൃദോഷങ്ങളും ആത്മാക്കളുടെ ദോഷവും ഉണ്ടെച്ചാൽ തീരും. മാഘമാസത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ചൈത്രം, കാർത്തിക എന്നീ മാസത്തിലെ വെളുത്ത പക്ഷത്തിലും കേൾക്കാം. അത് തുടങ്ങിയിട്ട് 9 ദിവസം, വെളുത്ത പക്ഷത്തിൽ ഏതെങ്കിലും 9 ദിവസം, കാർത്തിക മാസം, ചൈത്രമാസം, മാഘമാസം, ഈ 3 മാസത്തിലാണ് സാധാരണ രാമായണം നടത്താൻ നല്ലത്. 9 ദിവസം കൊണ്ട് കേൾക്കണം. കർക്കിടക മാസം ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. കർക്കിടക മാസം സത്യത്തിൽ ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാക്കി മാറ്റിയതിനെ എന്തോ ആവട്ടെ. കലി ദോഷം ഇല്ലാണ്ടാവാനും രാമനാമജപത്തിന് സാധിക്കും. രാമനാമജപം ഉള്ള ദിക്കിലൊരിക്കലും കലി ബാധിക്കില്ല. അത് തീർത്ഥരൂപമാണ്. ആ സ്ഥാനം എവിടെ രാമനാമമുണ്ടോ അവിടെ ഗംഗാ നദിയെ പോലെ ശുദ്ധമായിട്ടുള്ള നദികൾ, തീർത്ഥങ്ങളെല്ലാം ഉണ്ടാവും. ഇനി ചൈത്രമാസത്തിൽ രാമായണം കേട്ട ഒരു ഫലം പറയാം. ചൈത്രമാസത്തിൽ രാമായണം കേട്ടിട്ടുണ്ടായ ഒരു ഫലം അതെന്താണ്? അത് പണ്ട് സൗദാസൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ, ഇദ്ദേഹം ശിവനിന്ദയാൽ രാക്ഷസനായി. അങ്ങനെ ഗൗതമൻ്റെ ഉപദേശപ്രകാരം രാമായണം കേട്ട് അതിൽ നിന്ന് മുക്തമായിരിക്കുന്ന കഥ പറയാമെന്ന് പറയുകയാണ്. ഇപ്പം നാരദ തനൽകുമാര സംവാദത്തിൽ കൂടിയിട്ടാണ് പറയണത്. അപ്പോൾ പൊതുവേ സനകൻ, ധനന്തൻ, ധനാധനൻ, തനൽകുമാരൻ ഇവർ ഊർധ്വരേതസ്സുകൾ എന്നാണ് പറയുക. വിഷയങ്ങൾ താല്പര്യമില്ലാതിരിക്കുക. ഈശ്വര കാര്യത്തിനോടും ആത്മീയ കാര്യത്തിലും മാത്രം താല്പര്യമുള്ളവരെ പൊതുവേ ഊർധ്വരേതസ്, ശരീരത്തിലത്തെ രേതസ്സുകളുടെ സഞ്ചാരം മേപ്പെട്ടാവും അങ്ങനത്തെവരാണ്. ധാരാളം കൂടി സൂര്യപ്രകാശമുള്ളവരാണ്. ഇവരും ഇങ്ങനെ മേരുശൃംഗത്തിൽ ഒരിക്കൽ തീർത്ഥസ്ഥാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നാരദനെ കണ്ടു. നാരദൻ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് അങ്ങനെ വരാ, നാരായണ, അച്യുത, ആനന്ദ, വാസുദേവ, ജനാർദ്ദന എന്നൊക്കെ പറഞ്ഞ് ലോകത്തിനെ ശുദ്ധീകരിക്കുന്ന ഈശ്വരനാമങ്ങളും ജപിച്ച് വന്നപ്പോൾ വേഗം നാരദനെ നമസ്കരിച്ച് ഇവർ ചോദിച്ചു, അങ്ങ് സർവജ്ഞനും ഹരിഭക്തനും ഒക്കെ ആണല്ലോ, ഏതുകൊണ്ടാണ് ജീവന്മാർക്ക് ഈ ലോകത്തിൽ സുഖം കിട്ടുക? മനുഷ്യൻ എന്തുകൊണ്ട് സുഖം കിട്ടുന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളെക്കുറിച്ചും സാരമായിരിക്കുന്ന കാതലായ കാര്യങ്ങളെ അങ്ങേക്ക് പറയാനുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് കേൾക്കേണ്ടതും അതാണ്. അപ്പം അങ്ങനെയൊക്കെ ചില സംഗതികൾ ഞങ്ങൾക്ക് കേട്ടാൽ വെറുതെ അസദാലാപം എന്ന് പറയുക, വെറുതെ വർത്തമാനം പറയുക, ഒരു കാമ്പൂല്ലാത്ത കാര്യങ്ങൾ, അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരദൻ ഭഗവാനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, യോ ദൈത്യഖണ്ഡ നരകാന്തകാച്ച കുജാഗ്രമാത്രേണ ച ധർമ്മഗോത്ത ഭൂഭാരസംഘാത വിനോദകാമം നമാമി ദേവൻ രഘുവംശദീപം. ഏത് കാര്യവും പണ്ട് പറയാൻ തുടങ്ങുമ്പോൾ ഒരു വന്ദനം ഉണ്ടാവും എന്നാണ്. അത് കാവ്യത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെ ഘടനയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഒരു വന്ദ്യം അല്ലേ, ആഗർത്താവിധ സംപൃക്തവും വാഗർത്ത പ്രതിപത്തയെ രഘുവംശം തുടങ്ങുമ്പോൾ ഏതിനൊരു വന്ദനത്തോട് കൂടിയിട്ടാണ് തുടങ്ങുക. രഘുവംശ ദീപമായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ വന്ദിച്ചുകൊണ്ട് രാമൻ തുടങ്ങുകയാണ്. രാമായണ കഥയാണ് പറയാൻ പോകുന്നത്. ഏതൊരു നാമം ജപിക്കുമ്പോൾ സർവ്വപാപങ്ങളും നശിപ്പിക്കുന്നുവോ ആ രാമൻ്റെ കഥയായ രാമായണമാണ് കലീക ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത്. ഏതൊരാൾക്ക് രാമായണത്തിൽ താല്പര്യമുണ്ടോ അവർ കൃതകൃത്യരും സർവ്വപ്രകാരത്തിലുള്ള ഗുണം, അതായത് പാപവും നശിപ്പിക്കാൻ കഴിവുള്ളവരും ആണ്. ഇപ്പോൾ ഊർജ്ജമാസത്തിൽ ചൈത്രമാസത്തിൽ നവാഹമായിട്ട് കേട്ടാൽ നന്ന്. അതിന് ഒരു കഥ പറയാം എന്ന് പറഞ്ഞു നാരദൻ. എന്താണ് കഥ? പണ്ട് സോമദത്തൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ, ഇതിൻ്റെ പേര് സോമദത്തൻ എന്നാണ്, എന്തോ ശിവനിന്ദയാൽ രാക്ഷസനായി മാറി. ബഹുമാനിച്ചില്ല എന്നെന്തോ ചെറിയ കാരണമാണ്, എന്തായാലും ഒരു അബദ്ധം പറ്റിയത്, രാക്ഷസനായിട്ട് പോട്ടെ എന്നുള്ള ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു.
അദ്ദേഹത്തിന് വലിയ ദുഃഖമായി. ശിവൻ്റെ അടുത്തൊക്കെ സുഖമായിട്ട് ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാലും വലിയ സുഖം വേറെ ഉണ്ടോ? അതൊക്കെയാണ് മാറ്റി മനുഷ്യനെയും ജീവികളെയൊക്കെ പിടിച്ച് തിന്ന രാക്ഷസ സ്വഭാവത്തോട് കൂടിയിട്ട് രാക്ഷസനായിട്ട് ജീവിക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് നന്നായി ഖേദം തോന്നി. ചെയ്ത തെറ്റിലൊക്കെ അദ്ദേഹത്തിന് പശ്ചാത്താപം വന്നപ്പോൾ ഗൗതമ മഹർഷിയെ കണ്ടു. അല്ലയോ മഹർഷിയെ, വല്ലാത്തൊരു കഷ്ടാവസ്ഥയിൽ ഞാൻ വിട്ടിരിക്കുന്നു. ശിവൻ്റെ അടുത്ത് വരെ എത്താൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് കണ്ടില്ലേ രാക്ഷസനായി മാറിയത്. എന്തെങ്കിലും ഒരു മാർഗം നിന്ന് രക്ഷപ്പെടാൻ അങ്ങ് സർവജ്ഞനാണല്ലോ, പറഞ്ഞു തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്. രാക്ഷസവധം നടത്തിയതായിരിക്കുന്ന രാമൻ്റെ കഥ അങ്ങ് കേട്ടാൽ മതി. ഈ അപകടത്തിൽ നിന്ന് അങ്ങക്ക് രക്ഷപ്പെടാം. രാക്ഷസനെ വധിച്ച ആളാണ് രാമൻ. അങ്ങിപ്പോൾ രാക്ഷസനായി. അപ്പോൾ രാക്ഷസീയത്വം ഇല്ലായ്മ ചെയ്യൽ രാമൻ്റെയും രാമായണത്തിൻ്റെയും ഒരു സവിശേഷതയാണ്. രാക്ഷസീയത പൂവല്ലേ പോകേണ്ട. അപ്പോൾ രാക്ഷസനെ വധിച്ച രാമൻ്റെ കഥ പറയുന്നത് എല്ലാം കൊണ്ടും ശ്രേഷ്ഠം. ഇപ്പോൾ ഇവിടെ പറയുന്ന കാർത്തിക മാസം അതിന് പറ്റിയിട്ടുള്ള മാസമാണ്, മാഘമാസം അതിന് പറ്റിയിട്ടുള്ള മാസമാണ്, ചൈത്രമാസം അതിന് പറ്റിയിട്ടുള്ള മാസമാണ്. പിന്നെ ഏത് മാസത്തിലും ആവും ചെയ്യാം. ചില മാസത്തിൽ പ്രത്യേക വിശേഷമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാസം കാർത്തിക, മാഘം, ചൈത്രം ഇത് പ്രത്യേകതയുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഏതായാലും കറുത്ത് വിരൂപനായി ഈ സോമദത്തൻ എന്ന ബ്രാഹ്മണൻ സൗദാസൻ എന്ന പേരോട് കൂടിയിട്ട് രാക്ഷസനായി. രാക്ഷസനായപ്പോൾ പേര് മാറി സൗദാസനായി. ബ്രാഹ്മണനായപ്പോൾ സോമദത്തനായിരുന്നു, ഇപ്പോൾ സൗദാസനായി. അങ്ങനെ പല ജീവികളെ വധിച്ച് ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത് രാക്ഷസന്മാർ നടക്കണ പോലെ നടന്ന് നർമ്മദാ തീരത്തെത്തിയപ്പോൾ അവിടെ ഗർഗമഹർഷിയെ കണ്ടു. അപ്പോൾ ഗർഗമഹർഷിയെ ഇത് ഗൗതമൻ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ, കൂടുതലൊന്നും ചെയ്തില്ല. എന്നിട്ട് ഗൗതമനാട് പോവുകയും ചെയ്തു. ഗർഗൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം രാമനാമവും പാടിക്കൊണ്ട് വരികയാണ്. ശരിക്കും പറയാച്ചാൽ ഈ രാക്ഷസന് ഈ ഗർഗനെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. ആർക്ക് ആരുമില്ലല്ലോ, മഹർഷിയോ സജ്ജനോ ബ്രാഹ്മണനോ നല്ല ആളോ ചീത്ത ആളോ ഇതൊന്നുമില്ല, രാക്ഷസനല്ലേ. ഗർഗനെ വധിക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയപ്പോഴേക്കും ഭാഗ്യത്തിന് വധിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് രാമനാമം ജപിച്ചിരുന്നു. അപ്പോൾ ഗൗതമൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രാമായണം കേൾക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടാവും, അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, അങ്ങാണ്ട് സഞ്ചരിച്ചോളൂ, അതിനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഗർഗനിൽ കൂടിയിട്ടാണത്. അപ്പം എന്തായാലും ഗർഗനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഗർഗനിൻ്റെ ചുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നാവിൽ നിന്ന് വീണ രാമകഥ അല്ലെങ്കിൽ രാമനാമം, രാമനാമ 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 എന്ന് ജപിച്ചുകൊണ്ടാണ് ഈ ഗർഗൻ തലയിൽ ഒരു കുടത്തിൽ ഗംഗാജലം ഏറ്റിയിട്ട് ഇങ്ങനെ നടന്നു പോണത്. ഈ രാമനാമം ചെവിയിൽ പതിച്ചപ്പോഴേക്കും ഈ സൗദാസ രാക്ഷസന് എന്തോ അറിയില്ല, കൊല്ലാനുള്ള ആ ഒരു മനോഭാവമാണ് മാറി. രാമനാമത്തിൻ്റെ ഒരു ശക്തിയായി. ചെവിയിൽ കേട്ടിട്ടേ ഉള്ളൂ, അർത്ഥം ആലോചിച്ചിട്ടില്ല, രാമായണം കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. രാമനാമം കേട്ടപ്പോഴേക്കും എന്തോ അദ്ദേഹത്തിന് തോന്നി ഈ വധം ശരിയല്ലാന്ന്. പിന്നെ താമസമൊന്നും ഉണ്ടായില്ല. ഞാൻ എത്ര വിപ്രന്മാരെ വധിച്ചു, എത്ര സജ്ജനങ്ങളെ വധിച്ചു, കഷ്ടം. കുറ്റബോധം അദ്ദേഹത്തിനാണ് തോന്നി. ഗർഗനോട് ഏറ്റു പറയുകയാണ്. നമ്മുടെയൊക്കെ ഈ തത്വശാസ്ത്രത്തിലുള്ള പ്രത്യേകത, എന്ത് കുറ്റം ചെയ്താലും ഏറ്റു പറഞ്ഞിട്ട് പശ്ചാത്താപം വന്നാൽ പഴയ കാര്യത്തിനൊക്കെ പരിഹാരം ഉണ്ടാവുമെന്നാണ്. തറ ചെയ്തതിൻ്റെ പാപം എവിടെ കൊണ്ടൊക്കെ അങ്ങനെ വിചാരിക്കേണ്ട. അതുകൊണ്ട് ഗുരുവിനെ അവജ്ഞയോടുകൂടി, ഗുരുവിൻ്റെ അവജ്ഞയാൽ ഗുരുവ അവജ്ഞ മയാ പൂർവേ, മുമ്പുണ്ടായിട്ടുള്ള ഗുരുവിൻ്റെ അവജ്ഞ കാരണം എനിക്ക് എന്തുണ്ടായി? കൃതാച മുനിസത്തമ, ഹേ മുനിസത്തമ, എനിക്ക് ചെയ്യേണ്ടി വന്നു, ഒരു അവജ്ഞ ചെയ്യേണ്ടി വന്നു. അതുമൂലം രാക്ഷസനായി. എങ്ങനെയെങ്കിലും രാമായണത്താൽ എനിക്ക് മുക്തി നേടിത്തരണം. ഗൗതമൻ പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിൽ കൂടെ എനിക്ക് മുക്തി നേടാമെന്ന്. അങ്ങ് എനിക്കത് സാധിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് സൗദാസൻ. അപ്പം എന്തായാലും നവാഹമായിട്ട് മാഘമാസത്തിൽ കേൾക്കണം എന്നാണ് എന്നോട് ഗൗതമൻ പറഞ്ഞത്. ശരി, സർവശാസ്ത്രവും അറിയുന്നതായിരിക്കുന്ന അങ്ങ് ആ കഥാശ്രവണം കൊണ്ട് എനിക്ക് ഈ രാക്ഷസ വംശത്തിൽ നിന്ന്, രാക്ഷസ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഗർഗൻ പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട, രാമകഥയിൽ താല്പര്യം ഉണ്ടായില്ലേ, എല്ലാ പാപവും അതോടുകൂടി തീർന്നു, നീ ചെയ്തിട്ടുള്ള ദോഷങ്ങളെല്ലാം ഇല്ലാണ്ടാവും. രാമായണത്തിൽ ആസക്തി ഉണ്ടാവുന്നവനിൽ സർവ്വദേവതകളും വസിക്കും. അത് മഹാഭാഗ്യമാണ്.
എല്ലാവർക്കും തോന്നില്ല കേട്ടോ. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇതിലൊക്കെ ഒരു താല്പര്യം തന്നെ തോന്നുള്ളൂ. പൂർവ്വജന്മകർമ്മം കൊണ്ട്, അനവധി ജന്മത്തെ പുണ്യം കൊണ്ട് ലേശം മാത്രമേ നീ പാപം ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നീ പുണ്യവാനാണ് എന്ന് ഇപ്പം തെളിയിക്കണു. എന്ത്, ഈ രാമകഥയിൽ എങ്ങനെയാണ് താല്പര്യം വരിക പുണ്യമില്ലാച്ചാൽ? അപ്പം കുറച്ചൊരു ചെറിയ ദോഷം നീ ചെയ്തു, സാരില്ല, അതൊക്കെ നിൻ്റെ പുണ്യം കൊണ്ട് പോവും. എന്താ പുണ്യം? രാമായണത്തിലുള്ള ശ്രദ്ധ. അത് കാരണം എല്ലാം പോയി, നിനക്ക് നന്നാവാൻ കഴിയും എന്നും പറഞ്ഞ് 9 ദിവസം കൊണ്ട് മാഘമാസത്തിൽ രാമായണം അത് കേൾക്കുകയാണ്. ആര്? സൗദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസൻ്റെ ആ സ്വരൂപം മാറി നല്ലൊരു രാവണജന്മം കിട്ടി. സൂര്യനെ പോലെ തേജസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ഉജ്ജ്വലിച്ച് പ്രകാശിക്കാൻ തുടങ്ങുകയാണ്. നാരായണ തുല്യനായി രാമനാമം ജപിച്ച് ശേഷം കാലം സുഖമായിട്ട് കഴിയും ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് നാരദൻ മാഘമാസത്തിലെ രാമായണ മാഹാത്മ്യം ഇതാണ് എന്ന് പറഞ്ഞത്. മാഘമാസം എന്നൊക്കെ പറഞ്ഞാൽ സുമാർ ഈ സമയമൊക്കെ തന്നെയാണ്, ഏപ്രിൽ ലാസ്റ്റ് മെയ് ഇങ്ങനെ സമയങ്ങളിലാണ് വരിക. അത് കേട്ടു. ഇതാണ് മാഘമാസത്തിലെ രാമായണ മാഹാത്മ്യം എന്ന് സൗദാസ രാക്ഷസൻ്റെ കഥയിൽ കൂടിയിട്ട് പറഞ്ഞു. എന്നാമസ്മരണാദേവ മഹാപാതകോടിഭി വിമുക്ത സർവപാപേഭ്യോ നരോയാതി പരാംഗതി. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി അതായത് എല്ലാ ഉയരത്തിലും ഉള്ളതായ മോക്ഷം, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ട് പാപം കിട്ടും, സർവ്വതരത്തിലുള്ളതായിരിക്കുന്ന പാപവിമുക്തി കിട്ടും. അല്ല കേട്ടോ, പാപവിമുക്തി കിട്ടിയിട്ട് നിനക്ക് മോക്ഷം കൈവരും എന്ന് പറഞ്ഞു. പറയുകയാണ്, പഠന്തി സദാ നാമം, എപ്പോഴും ഈ നാമം ആരാണ് ജപിക്കുന്നത്? ഗംഗാസ്നാന തദ്ഗുണം തേഷാം, അവർക്ക് ഗംഗാസ്നാനത്തിൻ്റെ ഗുണം കിട്ടും. തേഷാം സംജായതേ ഫലം, ഗംഗാസ്നാനത്തിനുള്ളതായിരിക്കുന്ന ഗുണം അവർക്ക് സംജാതമാകും രാമായണം കൊണ്ട് എന്നങ്ങനെ പറഞ്ഞ് ഇനി അതിന് ശേഷം മറ്റൊരു കഥ പറയുകയാണ്. ഇതിപ്പോൾ സൗദാസൻ്റെ കഥ. ഇനി വേറൊരു കഥ എന്താണ്? സുമതി എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സത്യവതി. വ്യാസൻ്റെ അമ്മയല്ല കേട്ടോ, അത് വേറെ. വ്യാസൻ്റെ അമ്മയെ സത്യവതിയല്ല, സുമതിയുടെ അമ്മയായ ഒരു പത്നിയായിട്ടുള്ള ഒരു സത്യവതി. അവർ ഐശ്വര്യത്തോട് കൂടിയിട്ട് കൊട്ടാരത്തിൽ ഇങ്ങനെ രാജഭരണമായിട്ട് ഇങ്ങനെ കൂടുമ്പോൾ നന്നായിട്ടെല്ലാ ഐശ്വര്യവും സമ്പത്തും ഉണ്ട്, നല്ലൊരു രാജാവാണ് സുമതി. അപ്പം അങ്ങനെ കഴിയുമ്പോൾ പത്നിയായിട്ടുള്ള സത്യവതിയോട് കൂടിയിട്ട് വിഭാണ്ഡകൻ, നമ്മൾ പറഞ്ഞല്ലോ ഋഷ്യശൃംഗൻ്റെ അച്ഛൻ, ആ വിഭാണ്ഡകൻ എതിർച്ചയായി കൊട്ടാരത്തിൽ വന്നു. കുറേ നായാട്ടിനോ അതും ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് രാജകൊട്ടാരത്തിൽ കയറി ആതിഥ്യം സ്വീകരിക്കുക ഒക്കെ പണ്ടത്തെ പതിവാണ്. അപ്പം എല്ലാ വിധത്തിലും ഉള്ള ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് സുമതി രാജാവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു, സത്യവതിയും കൂടിയിട്ട് സ്വീകരിച്ചു. ഭക്ഷണം വെള്ളം എല്ലാം നൽകി കൊടുത്തതിന് ശേഷം സൗദാസൻ നമസ്കരിച്ചിട്ട് വിഭാണ്ഡകനോട് പറഞ്ഞു, അങ്ങേപോലുള്ള സജ്ജനങ്ങളെയൊക്കെ നമസ്കരിക്കുക, കാണുക, ഈ കൊട്ടാരത്തിൽ നിങ്ങളൊക്കെ വരിക, ഇത് നിങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്സാണ്. സത്തുക്കളുടെ സംഘം തീർത്ഥസ്നാന സമം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുചേലവൃത്തത്തിൽ. ഭഗവാൻ പറയുകയാണേ, സത്തുക്കളുടെ സംഘം എത്രയോ തീർത്ഥത്തിൽ പോയിട്ട് കുളിച്ച ബലാത്ര ഉണ്ടാവും. മനസ്സ് നേരെ ഉണച്ച അങ്ങനത്തെ വേണേ ഗംഗാജലത്ത് പോയിട്ട് കുളിച്ചാൽ ശരീരമല്ലേ ശുദ്ധാവുള്ളൂ, ഉള്ളു ശുദ്ധാവുമോ? അപ്പം അതുകൊണ്ട് തീർത്ഥസ്നാന സമമാണ്, അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഋഷി പറഞ്ഞു, ഈ വിശേഷിച്ചൊന്നും വേണ്ട, ലേശം ഭക്ഷണമോ കാര്യങ്ങൾ വേണം, അതിപ്പോൾ എനിക്ക് കിട്ടും ചെയ്തു. അല്ലാണ്ട് ഈ മഹർഷിമാർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും, കുറേ സ്വർണം വേണം, രത്നം വേണം, വസ്ത്രത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. ഒരു നേരത്തെ ആഹാരം ആ നേരത്തേക്ക് കിട്ടി, അതിനു വേണ്ട ആദ്യത്തെ മര്യാദയോട് കൂടിയിട്ട് ഈ സുമതി രാജാവ് സ്വീകരിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ വിശേഷിച്ചൊന്നും വേണ്ട, പക്ഷെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതെന്താ? ഇത്രയും ഐശ്വര്യപൂർണമായിട്ട് നല്ല ഒരു ജന്മം രാജാവിൻ്റെ അങ്ങേക്ക് എങ്ങനെ കിട്ടിയേ? എല്ലാറ്റിനും ഒരു പൂർവ്വ കഥയും ബാക്ക് ഫയലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു രാജാവിൻ്റെ ജന്മം അങ്ങേക്ക് എങ്ങനെ കിട്ടിയെന്നൊന്ന് പറയാമോ? എന്നാൽ നല്ല കാര്യമാണെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരോടും പറയാമല്ലോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു ശൂദ്രനായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ഇന്നത് ചെയ്യാത്ത അങ്ങനെയൊന്നുമില്ല, കുമാർഗി, തെറ്റായ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു, പരദ്രവ്യങ്ങൾ അപഹരിച്ചു, വാൽമീകിയെ പോലെ ഒരുപാട് പാപങ്ങളൊക്കെ ഞാൻ ചെയ്തു, പശുക്കളെ അടക്കം ഹിംസിച്ചു, പശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മഹാപാപത്തിൽപ്പെട്ടതാണ്. പിന്നെ കള്ളത്തരങ്ങൾ പലരുടെയും മോഷ്ടിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തു. വേശ്യാപരായണനായിട്ട് എൻ്റെ ജീവിതം തെറ്റായ വിധത്തിലങ്ങനെ മഹാമോശമായിട്ട് നയിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ കാട്ടിൽ കൂടെ എങ്ങനെ സഞ്ചരിച്ചു,
കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ തോന്നി, ദാഹമൊക്കെ തോന്നി. എവിടെയോ സരസ് വസിഷ്ഠാശ്രമത്തിൽ ചെന്ന സമയത്ത് അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. പല മൃഗങ്ങളെയും വധിച്ച് 20ഓളം വർഷം ഞാൻ വളരെ നികൃഷ്ടമായ രീതിയിൽ ചിലവാക്കി എന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിന്ധ്യപർവ്വതത്തിൽ നിന്ന് കറുത്ത് ഇരുണ്ട ഒരു സ്ത്രീ അവിടെ വന്നു. അവൾക്ക് വിശപ്പുണ്ട്, ശരീരമൊക്കെ ശുഷ്കിച്ചിരിക്കണു. വേനൽ കൊണ്ട് വളരെ അവൾ ആർത്തയായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവൾക്ക് ജലം കൊടുത്തു, ഭക്ഷിക്കാൻ മാംസം കൊടുത്തു. വേറൊന്നുമില്ലല്ലോ, മാംസമേ ഉള്ളൂ. വന്യഫലങ്ങളും മാംസങ്ങളും കഴിക്കാൻ കൊടുത്തതോട് കൂടിയിട്ട് ഞാൻ അവളെ എൻ്റെ പത്നിയാക്കി എന്ന് പറയണം. പരധനം മോഷ്ടിക്കുന്നതിൽ അവൾക്ക് താല്പര്യമുണ്ട്. ചക്കിക്ക് ഒത്ത ചങ്കരം വേണമല്ലോ, എന്നാലല്ലേ ശരിയാവുള്ളൂ ഏത് ജീവിതമായാലും. അപ്പോൾ എനിക്ക് മോഷണത്തിലും പിടിച്ചുപറിയിലും ആ താല്പര്യം. ഇവൾക്കും അത് നല്ല സമർത്ഥയാണെന്ന് എനിക്ക് തോന്നി ഇവളെ തന്നെയാണ് പത്നിയാക്കാൻ നല്ലത്. കാളി ആണോ, കറുത്ത നിറമുള്ളവളാണ് ഈ കാളി നമ്മൾ പറയുക. ഏതായാലും ആ കാളി കറുത്ത നിറമുള്ളവളെ ഞാൻ എൻ്റെ പത്നിയാക്കി പലവിധ ആളുകളെ വധിച്ചു. അങ്ങനെ ദമ്പതി സമേതരായിട്ട് കഴിഞ്ഞുകൂടി. നല്ല കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈശ്വരനാമത്തിൻ്റെ മഹാത്മ്യം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മരണസമയം സമാഗതമായി. ഏതാൾക്കും വേണമല്ലോ ഇപ്പം അത്. അതിനാരും എക്സെപ്ഷൻ അല്ല. മുഖ്യമന്ത്രി ആയാലും PM ആയാലും രാജാവായാലും മന്ത്രി ആയാലും ഒരു ദിവസം വരും ഇല്ലേ, മലന്ന് കിടക്കാനൊരു ദിവസം തീർച്ചയായിട്ടും വരും. അതിങ്ങനെ വന്നത് ഇവരെ അറിഞ്ഞൊന്നുമില്ല. നമ്മളറിയോ നമ്മുടെ മരണം വരണത് ദുർലഭം ചില ആൾക്കാർക്ക് അറിയൂ. ആ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി എന്ന് പറയുകയാണ്. എന്താ അത്? മരണസമയമായി എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ രാമായണം എതിർച്ചയാ ചെവി കൂടെ അങ്ങനെ കേൾക്കാനിടയായി. അങ്ങനെ ഏതോ ഒരു ആശ്രമത്തിലോ രാമായണ കഥ നടക്കണ ദിക്കിലോ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞിട്ടൊന്നുമല്ല, എതിർച്ചയാ ചെവിയിൽ കേട്ടു. അത് കേട്ടിട്ട് ഞങ്ങളുടെ ദേഹം വെടിഞ്ഞു, മരണസമയമായി. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് പറയുകയാണ് സുമതി രാജാവ്. കഴിഞ്ഞ ജന്മത്തെ കഥയാണ് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ രാമായണം കേട്ട് മരിച്ചതോടുകൂടിയിട്ട് ഇന്ദ്രപദവിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചെറിയ പദവിയൊന്നുമില്ല. 1000 അശ്വമേധം നടത്തിയാലേ എത്ര ഇന്ദ്രപദവി കിട്ടുള്ളൂ. കുറച്ച് രാമായണം കേട്ടപ്പോഴേക്ക് ഇന്ദ്രപദവി കിട്ടി. ഇന്ദ്രപദവിയുടെ ആ അവധി, ഇതിനൊക്കെ അവധിയുണ്ടേ, മോക്ഷത്തിന് മാത്രമേ അവധിയില്ലാത്തുള്ളൂ. അവധി കഴിഞ്ഞപ്പോഴോ ഞങ്ങളിതാ വീണ്ടും ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നിട്ട് പിന്നെ ആ രീതിയിൽ എന്തുണ്ടായി, ആ കഴിഞ്ഞ ജന്മത്തെ പുണ്യം തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് പുണ്യമായിട്ടും സുഖമായിട്ടും അനുഭവിക്കണം, പാപം ദുഃഖമായിട്ടും നരകമായിട്ടും അനുഭവിക്കണം. അങ്ങനെയാണ് നിയമം. ഇപ്പോൾ ഭൂമിയിൽ ഒരു രാജാവായിട്ടുള്ള ജന്മം പൂർവ്വജന്മം കൊണ്ട് രാമായണ ശ്രവണം കൊണ്ട് ഇതാ കിട്ടി. ആ ജന്മമാണ് ഇപ്പോൾ അങ്ങ് കാണുന്നത്. സുമതി രാജാവ് പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തെ മുഴുവൻ തെറ്റാണ് ചെയ്തത് എങ്കിലും അല്പം രാമായണം കേൾക്കൊണ്ട് ആ പാപം മുഴുവൻ പോവുകയും ചെയ്തു. ഇന്ദ്രൻ്റെ പദവിയും കിട്ടി. അതിനുശേഷം ഇതാ രാജാവിൻ്റെ പദവി കിട്ടി. നവാഹമായിട്ട് മാഘമാസത്തിൽ കേട്ടാൽ ഇതാണ് ഫലം എന്ന് സുമതി രാജാവ് വിഭാണ്ഡകനോട് പറഞ്ഞു. വിഭാണ്ഡകൻ തപോവനത്തിലേക്ക് ഇത് കേട്ടിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ സുമതി രാജാവിൻ്റെ ദുഷ്ട പ്രവൃത്തികളുടെ പാപം പോയി രാജാവായി ഇന്ദ്രപദവിയും കിട്ടിയ കഥയാണ് മാഘമാസത്തിലെ രാമായണ ശ്രവണത്തിൻ്റെ മറ്റൊരു ഫലം എന്ന് പറഞ്ഞു. കാമധേനുവിന് സമാനമാണ് ഈ രാമായണത്തിലുള്ള ശ്രദ്ധ. മാഘമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ അത് നവാഹമായിട്ട് കേട്ടാൽ സർവ പുരുഷാർത്ഥങ്ങളും നേടാം, സർവധർമ്മ ഫലം നമുക്ക് കിട്ടും, സർവവ്യാധി അതുകൊണ്ട് പോവും, സർവധർമ്മ അനുഷ്ഠിച്ചതായിട്ടുള്ള പുരുഷാർത്ഥങ്ങളും നമുക്ക് നേടിയിട്ട് രാമഭക്തരാവാൻ കഴിയും എന്നും പറഞ്ഞ് സുമതിയുടെ ഉപാഖ്യാനാട് കഴിഞ്ഞു. ഇനി അതിനുശേഷമോ വേറെ ചൈത്രമാസത്തിലത്തെ രാമായണ മഹാത്മ്യം ഒരു കഥ, അത് മറ്റൊരു സർഗത്തിലാണ് പറയണത്. അതെന്താണെന്ന് ചോദിച്ചാൽ കലികൻ്റെ ഉപാഖ്യാനം. സുമതിയുടെ കഴിഞ്ഞു, കലികൻ. നേരത്തെ സോമദത്തനും സൗദാസൻ്റെയും കഥ പറഞ്ഞു. ഇപ്പോൾ ഇതാ മറ്റൊരു കഥ പറഞ്ഞു, സുമതി രാജാവിൻ്റെ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ കലികൻ്റെ കഥയാണ്. ഇപ്പം പറയണം, നാരദൻ ദുസ്വപ്നങ്ങൾ നശിക്കുക, സർവ്വ അനർത്ഥങ്ങളും ഇല്ലാണ്ടാവുക, പാപം നശിക്കുക, ഇതൊക്കെ ചൈത്രമാസത്തിൽ രാമായണം കേട്ടാൽ ഇല്ലാതാവും. അങ്ങനെ വല്ലവർക്കും ഇല്ലാണ്ടായിട്ടുണ്ടോ എന്നാണെങ്കിൽ ചൈത്രമാസത്തിലെ ശ്രവണത്തിൻ്റെ ബലം പറയാം എന്നും പറഞ്ഞ് വേറൊരു കഥ പറയുകയാണ് അതായത് നാരദൻ കലികൻ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ദുഷ്ടൻ, ഒക്കെ ദുർവൃത്തരുടെ കഥയാണ്. ദുർവൃത്തിയുടെ
പാപം പോകുന്നത് കാണിക്കാൻ ഓരോരുത്തരുടെ കഥ പറഞ്ഞാലല്ലേ മതിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് കലികൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടാളൻ ജന്മമാണ് അവൻ്റെ. വാൽമീകിരത്നാകരനായിട്ട് പലരെയും കൊന്ന് പിടിച്ചു പറിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വാൽമീകി അങ്ങനെ ഒരു കാട്ടാളനായിട്ട് പറയണേ ഇല്ല കേട്ടോ വാൽമീകി രാമായണത്തിൽ. അത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും സംസ്കൃതം മൂലരാമായണത്തിലും അങ്ങനെ വന്നതാണ്. അതിലും ഉണ്ട് സംസ്കൃതത്തിലും. പക്ഷേ ഇതിവിടെ അതില്ല. വാൽമീകിയെ നല്ലൊരു തപസ്യായിട്ട് തന്നെ പറയണുള്ളൂ. പക്ഷെ അതിന് തുല്യമായിട്ടൊരു കഥ ഇവിടെ കലികൻ്റെ ചേർത്തിട്ട് പറയണുണ്ട്. എങ്ങനെ നമ്മൾ വാൽമീകിയുടെ കഥ കേട്ടു രത്നാകരൻ, അതേപോലെ വാൽമീകിയെ പറയുന്നില്ല, വാൽമീകി തപസ്യായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ കലികൻ പരദ്രവ്യം അപഹരിച്ചിട്ടും തട്ടിപ്പറിച്ചിട്ടും പലരെ വധിച്ചിട്ടും പശുക്കളെ ഹിംസിച്ചിട്ടും ദേവസ്വം ബ്രഹ്മസ്വവും അപഹരിച്ചിട്ടും വളരെ നികൃഷ്ടമായ ഒരു ജീവിതം നയിച്ച് സഞ്ചരിച്ച് ഇവൻ സൗവീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തെത്തി. അതിനകത്ത് ഒരു പ്രധാന രാജ്യമാണ് ഈ സൗവീരം. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ജന്തുഹിംസ, സ്ത്രീകളെ അടക്കം ദ്രോഹിക്കുക, ഇതൊക്കെ ചെയ്ത് നടക്കുന്നതായിട്ടുള്ള ഇവനൊരു ക്ഷേത്രം കാണുകയാണ്. കാട്ടിലൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് പോയി തൊഴുകാനൊന്നും അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു തൊഴുകാൻ പോവുക. അപ്പോൾ അവിടെ ഒരു സ്വർണത്തിൻ്റെ താഴികക്കൂടെ അങ്ങനെ ദൂരത്തുനിന്ന് കണ്ടു. അമ്പലമാകുമ്പോൾ ഉയരത്താവും. ആ സ്വർണ്ണം എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് ആ ചിന്ത ആലോചിച്ച് നോക്കും. ദേവസ്വമാണേ, അത് ഭഗവാന്റെ മുതലൊക്കെ ഉണ്ടോ മോട്ടിച്ചാൽ നന്നാവണു. ആ താഴികക്കൂടെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്താൽ ലേശം ദിവസം കഴിയാനുള്ള ധനമോ തനിക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച അമ്പലത്തിൻ്റെ അകത്തേക്കാണ് കിടന്നപ്പോൾ ശാന്തനായിട്ടൊരു ബ്രാഹ്മണൻ അവിടെ ഇരുന്നിട്ട് ജപിക്കുക ധ്യാനിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവനെ അങ്ങോട്ട് കൊല്ലുക. കാരണം നീ ഇത് കണ്ടിട്ട് വല്ലവരും പറഞ്ഞാലോ അവൻ കള്ളനാണെന്ന് ലോകം അറിയേണ്ട, അങ്ങനെയുണ്ടോ, തെളിവ് നശിപ്പിക്കാൻ കൊല്ലുക ചെയ്യുക. ഇവൻ ഒട്ടും മടിയുണ്ടായില്ല. കഴുത്തുകൊണ്ട് പിടിച്ച് നെഞ്ഞത്ത് ചവിട്ടി ആ സാധു ബ്രാഹ്മണനെ വധിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, നീ ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് വാൽമീകിയുടെ രത്നാകരനോട് ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം, പാപം നീ ധനം കൊണ്ടേ കൊടുക്കുന്ന നിൻ്റെ കുടുംബാംഗങ്ങളും കൂടി ഏറ്റെടുക്കുമോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ചു വരാനൊന്നും പറഞ്ഞില്ല ഇവിടെ. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു മനസ്സ് മാറ്റം. ഉത്തരം ഇദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു ബ്രാഹ്മണൻ. ഇല്ല, അതുകൊണ്ട് കാട്ടാള, ഈ പാപം മുഴുവൻ നീ എവിടെ കൊണ്ടേക്കും? നീ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത്തരം പാപങ്ങൾ ചെയ്യണത്? ദയവായി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞുകൂടെ എന്നങ്ങനെ ചോദിച്ചു. പരദ്രവ്യം കൊണ്ട് കുടുംബം പുലർത്തുന്ന ഈ തെറ്റായ നടപടി, തെറ്റായ ജീവിത രീതി നിനക്ക് ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആരാണ് പാപം ചെയ്യുന്നത് അവൻ മാത്രമാണ് അതിൻ്റെ ബലം അനുഭവിക്കുന്ന ആൾ എന്ന് കേട്ടപ്പോൾ ഈ കലിയന് ഒരു മനോമാറ്റം. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും ചെയ്തതൊക്കെ തെറ്റാണെന്ന്. സത്സംഗത്തിൻ്റെ ഒരു മാഹാത്മ്യാണതേ. ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് അയാളതെല്ലാം വന്നു എന്ന് വരും. അയാളുണ്ടോ ഉൾക്കൊള്ളണു? അപ്പം ഇതെന്താ ഉൾക്കൊള്ളാൻ കാരണം? പറഞ്ഞ ആളൊരു ബ്രാഹ്മണനാണ്. എന്നുവെച്ചാൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾ, സാമുദായിക അല്ല കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ മാറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുഷ്ടന്മാരുടെ ഒരു വാക്കുകൊണ്ട് മാറ്റം വരില്ല. ഇവിടെ വരാനുള്ള കാരണം ഇദ്ദേഹം ഒരു സജ്ജനവും ഒരു മഹത്തായിട്ടുള്ള ആളുമാണ്, മഹാനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പുനർജന്മ പഴയ ജന്മത്തിൻ്റെ ദോഷം കൊണ്ടൊരു കാട്ടാളനായി എന്നേയുള്ളൂ. ഇപ്പോൾ നന്നാവണം എന്നുള്ള തോന്നൽ ഇദ്ദേഹത്തിനായിട്ട് തോന്നി. എങ്ങനെ എൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാം? എങ്ങനെ എനിക്ക് നന്നാവാം? ഈ ജീവിതം എങ്ങനെ ശ്രേഷ്ഠമാക്കാം? വല്ല മാർഗവും ഉണ്ടോ? അതോ ഈ പാപഫലം മുഴുവൻ ഞാൻ അനുഭവിക്കണോ? അങ്ങ് എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് ഈ വിപ്രനെ ആശ്രയിച്ചു. അതോട് കൂടിയിട്ട് ഇവൻ്റെ പേര് ഉത്തങ്കൻ എന്നാണ് കേട്ടോ. ബ്രാഹ്മണൻ്റെ പേര് ഉത്തങ്കൻ. അപ്പോൾ ഉത്തങ്കൻ പറഞ്ഞു, നിൻ്റെ പാപബലം തീർന്നു കേട്ടോ എന്ന്. കാരണം നേരെ ഇവണം എന്നങ്ങോട്ട് തോന്നുക വേണ്ടു. ചെയ്ത പാപത്തിൻ്റെ ബലം മുഴുവൻ തന്നെ പോയിക്കോളും. ഇനി നീ പേടിക്കണ്ട. നന്നാവണം എന്ന് തോന്നിയ മാർഗം ഉണ്ടാവും, തോന്നിക്കിട്ടണ്ടേ. അവിടെ ഒരു കാര്യം ചെയ്തോളൂ, ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ നവാഹമായിട്ട് രാമായണം കേട്ടോളൂ, നിൻ്റെ എല്ലാവിധ പാപവും അതുകൊണ്ട് പോവും എന്ന് ഈ ഉത്തങ്കൻ കലികനോട് പറയണം. അങ്ങനെ അദ്ദേഹം ഏതോ ആശ്രമത്തിൽ പോയി രാമായണം കേൾക്കാനുള്ള ഒരു സംഗതി അദ്ദേഹത്തിന് വന്നു. ആഗ്രഹം ഉണ്ടായാൽ അതിനുള്ള മാർഗം തന്നെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ സ്വർഗാദി ലോകങ്ങളെ പ്രാപിച്ച്
അവൻ്റെ പാപങ്ങളെല്ലാം തീർന്ന് അവന് നല്ല പുണ്യവാനായിക്കൊണ്ട് സ്വർഗാദി ലോകങ്ങൾ ലഭിച്ചു ഊർധ്വലോകത്തിലേക്ക് പോയി എന്നും പറഞ്ഞിട്ടാണ് കലികൻ അതീവ ദുഷ്ടനും ചീത്ത പ്രവൃത്തികളും ചെയ്തിട്ടും ചൈത്രമാസത്തിൽ രാമായണം കേട്ടതുകൊണ്ട് അവന് ഊർധ്വഗതി മേൽഗതി കിട്ടി എന്ന് പറയുന്നത്. ശ്രോതവ്യഞ്ച പ്രയത്നത ചൈത്രമാസേ സിതേ പക്ഷേ ശ്രോതവ്യഞ്ച പ്രയത്നത. വളരെ ബുദ്ധിമുട്ടിയാലും അത് വെളുത്ത പക്ഷത്തിൽ ചൈത്രമാസത്തിൽ കേട്ടാൽ ഇഷ്ടകാര്യസിദ്ധി, മരണാനന്തര ശ്രേയസ്, അല്ലേ, സ്വർഗാദി ലോക സുഖങ്ങളുടെ ലഭ്യത ഇതെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് കലികൻ്റെ ഉപാഖ്യാനം. ഈ ഒരു അധ്യായത്തിൽ രാമായണ പാഠവിധി വർണ്ണിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് രാമായണം കേൾക്കുക, വായിക്കുക, അതൊക്കെ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു സനകാദികൾ. അപ്പം നാരദൻ പറഞ്ഞു അത് വളരെ ബഹുമാനത്തോടു കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് 9 ദിവസം വെളുത്ത പക്ഷം നോക്കിയിട്ടാണ് രാമായണം വേണ്ടത്. അത്യാവശ്യം ചില പൂജാ സാധനങ്ങളൊക്കെ വേണം. സങ്കല്പം 3 നേരം വിഷ്ണു പൂജ ചെയ്യണം. വിഷ്ണു സഹസ്രനാമം 3 നമോ നാരായണായ എന്ന മൂലമന്ത്രം ചെയ്യണം. വളരെ നേരത്തെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ഗന്ധം, ധൂപം, അതുപോലെ തന്നെ ദീപം, ഈ വക ഉപചാരങ്ങളെ കൊണ്ടൊക്കെ വിഷ്ണു പൂജ നടത്തുക. 3 നമോ നാരായണായ എന്നുള്ള മൂലമന്ത്രം ചൊല്ലുക. കഴിയണ പോലെയൊക്കെ ഹോമം ചെയ്യുക. കഴിയാത്തത് ചെയ്തില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട, കഴിയുന്നത് ചെയ്ത. അങ്ങനെയൊക്കെ രാമായണം നടത്തിയ വൈകുണ്ഠ ഫലമാണ് നമുക്ക് കിട്ടുക എന്ന് പറയണം. ഭേദബുദ്ധി പാടില്ല. ഞാൻ മീതെ അവൻ താഴെ എന്ന ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ദുഷ്ടജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ദേവന്മാരെ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കരുത്. ചീത്ത ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്. നല്ല ആൾക്കാർക്കേ പറഞ്ഞു കൊടുക്കാൻ പാടൂ. ഗംഗയിൽ സ്നാനം ചെയ്ത ഫലം ഈ രാമായണ ശ്രവണം കൊണ്ട് കിട്ടും. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഇതുകൊണ്ട് പോവും. മാതാവിനെ ദ്രോഹിക്കുക, അച്ഛനെ ദ്രോഹിക്കുക, ഗുരുവിനെ ദ്രോഹിക്കുക, ദേവൻ, ഇങ്ങനെയുള്ള എല്ലാ തെറ്റും ഇതുകൊണ്ട് പോവും. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ തെറ്റൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക, രാമായണം വായിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അസുഖം വന്നാൽ ഗുളിക കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. തലവേദന ഉണ്ടാക്കിയിട്ട് ഗുളിക കഴിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഗുളിക വാങ്ങിയിട്ടോ, എനിക്കിത് ഒരു മാർഗ്ഗവും ഇല്ല കഴിക്കാൻ. ഈ തലവേദന ഉണ്ടാവാൻ എന്താ വഴി? ഒരു മനുഷ്യനും ചിന്തിക്കില്ല, ആ ഗുളിക അവിടെ ഇരിക്കും എന്ന പോലെ. പാപം ഉള്ളത് പോകാനാണ് പറഞ്ഞത്, ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. കരുതി കൂട്ടിയിട്ട് പാപം ഉണ്ടാക്കുക എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ വേദം, ശാസ്ത്രം മുതലായിട്ടുള്ളതിൻ്റെയൊക്കെ ഫലം എന്തൊക്കെ നമ്മൾ അഭ്യർത്ഥിച്ചോ ആ ഫലങ്ങളൊക്കെ ഈ രാമായണം കൊണ്ട് കിട്ടും. പഞ്ചമിയിൽ തുടങ്ങി ചതുർദശി വരേക്കും 5, 9 ആയിട്ട് 14 ആ കേൾക്കുന്നത് നല്ലതാണ്. വ്രതശക്തിയോട് കൂടിയിട്ട് 9 ദിവസം നമ്മൾ വ്രതം തീർച്ചയായിട്ടും അനുഷ്ഠിക്കണം. അശ്വമേധം, അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, നരമേധം, ഗോമേധം മുതലായ യാഗത്തിൽ പറയുന്നതായിട്ടുള്ള ആ യാഗാദി കർമ്മങ്ങളെ കൊണ്ട് എന്ത് ഗുണം കിട്ടുമോ അതെല്ലാം ഈ രാമായണം കൊണ്ട് കിട്ടും എന്ന് പറയണം. അതുപോലെ തന്നെ സന്യാസിയോ ബ്രഹ്മചാരിയോ ഒക്കെ ആണെങ്കിൽ ബ്രഹ്മലോകപ്രാപ്തി, അവർക്ക് ആവശ്യം മോക്ഷമാണ്, അത് കിട്ടും. ഗൃഹസ്ഥനാണെന്ന് വെച്ചാൽ ഗൃഹസ്ഥന് വേണ്ട മോക്ഷം കിട്ടും. അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ ഇല്ലാണ്ടിരിക്കും. നല്ല പുണ്യങ്ങളാണ്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങി നടുക്ക് വെച്ച് നിർത്തി മുഴുവനാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പവിത്രം അനുത്തമം എന്നിവിടെ പറയുന്നത് ശ്ലോകാർത്ഥം ശ്ലോകപാദം വ. ഒരു ശ്ലോകം നിങ്ങൾ ചൊല്ലിയാലും മതി, അല്ലേ? മുഴുവനും ചൊല്ലാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. അഥവാ കുറച്ചേ പറ്റുള്ളൂ, സുന്ദരകാന്ഡം വായിക്കുക. ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം. തുടങ്ങി മുഴുവനായില്ല എന്ന ദോഷം, പാപം ഇല്ല. ഒരു കാണ്ടേ പറ്റുള്ളൂ, അങ്ങനെയാവാം. സുന്ദരകാന്ഡം മതി, അങ്ങനെയാവാം. മുഴുവൻ വായിക്കാൻ പറ്റുമോ, മുഴുവനാവാം. പിന്നെ വേണമെന്ന് കർക്കശ നിയമമൊന്നും ഇല്ല. അങ്ങനെ കാമാദി ദോഷങ്ങളൊക്കെ നീങ്ങി ഭക്തന്മാരായി ഘോരമാകുന്ന സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈ രാമായണം കൊണ്ട് സാധിക്കും. രാമരസത്തിൽ അങ്ങനെ മുങ്ങി ഒന്നും അറിയാണ്ട് കഴിയാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ ദോഷങ്ങളും ഇതുകൊണ്ട് നീങ്ങിക്കിട്ടും. ഭഗവാൻ പാപത്തിൽ നിന്ന് നമ്മളെ ഈ രാമായണം രക്ഷിക്കും എന്ന് പറയണം. അപ്പം അതേപോലെ തന്നെ കലിയുഗത്തിൽ ഏറ്റവും കൃതകൃത്യർ, നല്ലത് ചെയ്തു എന്ന് അഭിമാനിക്കാൻ ആർക്കാ കഴിയുക? രാമായണം വായിച്ചവർക്കാണ്. അതാണ് രാമനാമേവ നാമേവ നാമേവ മമ ജീവനം കാലം നൈവാസ്യ കാലം നൈവാസ്യ കാലം കാലം ന സേവ്യം ന സേവ്യം ഗതിമന്യഥ. ഇതെപ്പോഴും നിങ്ങൾ സേവിക്കേണ്ടതാണ്, വേറെ ഗതിയൊന്നും കലിയുഗത്തിൽ ഇല്ല. ഇത് കേട്ടതോട് കൂടിയിട്ട് സനകാദികൾ വളരെ സന്തോഷിച്ചു, നാരദനെ നമസ്കരിച്ചു. ഇതെല്ലാം കൂടിയിട്ടാണ് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വളരെയധികം സന്തോഷിച്ചു. തത്മാ ചുണുദ്ധൻ രാമായണം നവാഹം. രാമായണം നവാഹമായിട്ട് കേട്ടാലുള്ള ഫലം ഇതൊക്കെയാണ്. ആ
പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ വക്താവ് ആരോ രാമകഥ പറയുന്നവനെ പൂജിക്കുക, രത്നോ സ്വർണോ വസ്ത്രമോ കൊണ്ടൊക്കെ നൽകി ആദരിച്ച് ബഹുമാനിക്കണം. ലക്ഷ്മി സമേതനായിട്ടാണ് അവർ വസിക്കുക. ഈ വാചകൻ എപ്പോഴും വളരെ ലക്ഷ്മി സമേതനായിട്ട് വസിക്കുന്ന ഗുണം അദ്ദേഹത്തിനുണ്ട്. അപ്പം ത്രിമൂർത്തികളും തൃപ്തിയടയും ഈ രാമായണ ശ്രവണം കൊണ്ട്. പുണ്യഫലപ്രദമാണ്. ഗ്രഹദോഷം, പ്രകൃതികോപം മുതലായിട്ടതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ കാണ്ഡത്തിനും ഓരോ ബലമായിട്ടൊക്കെ പറയും. ഇപ്പോൾ അയോധ്യാകാന്ഡം വായിച്ചാൽ പ്രകൃതിക്ഷോഭം, മഴയില്ലായ്മ, മഴ അതിയായ ഇങ്ങനത്തെ ദോഷങ്ങൾ പോകുന്ന പറയുക. ബാലകാന്ഡം വായിച്ചാൽ പുത്രന്മാരില്ലാത്തവർക്ക് പുത്രന്മാരുണ്ടാവും, വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയണം, സീതാസ്വയംവരമൊക്കെ ബാലഘട്ടത്തിൽ. ഇങ്ങനെ അനവധി ബലം ഈ രാമായണത്തിന് പ്രത്യേകിച്ചും പറയുന്നുണ്ട്. പിന്നെ സർവദോഷ പരിഹാരമാണ്. പാപം, ദുഃഖം മുതലായിട്ടതൊക്കെയും 100 ജന്മം കൊണ്ട് ചെയ്ത പാപം ഈ രാമായണം കൊണ്ട് പറയും, രാമായണം കൊണ്ട് തീരും എന്നും പറഞ്ഞ് രാമപ്രസാദജനകം രാമഭക്തി വിവർദ്ധനം സർവപാപക്ഷേകരം സർവസമ്പദ് വിവർദ്ധനം. എല്ലാ പാപങ്ങളും നശിച്ച് സർവസമ്പത്തുകളും നമുക്ക് കിട്ടാനും വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാനടക്കം ഈ രാമായണം കൊണ്ട് സാധിക്കും എന്ന് സനകാദികൾ ഒക്കെ നാരദൻ പറഞ്ഞു കൊടുത്തു എന്ന കഥ ആര് പറഞ്ഞു കൊടുക്കുന്നു? സൂതൻ സനൽകുമാരാദികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം സ്കന്ദപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിലാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് രാമായണ മാഹാത്മ്യം അവസാനിപ്പിക്കുന്നത്. പൂർവന്നാമതപോവനാദിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.